ഹലോ. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ പുതിയ സാറ അലി ഖാൻ്റെ പുതിയ മൂവിയിലെ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് ഞാൻ വന്നിട്ട് അതിന് പറ്റിയിട്ടുള്ളൊരു സാരി, എൻ്റെ അമ്മയുടെ സാരിയാണ്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ട് നമ്മുടെ സ്കിൻ കെയർ ഫസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് മേക്കപ്പിലോട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റെല്ലാം നമ്മുടെ സ്മിറ്റൺ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ട്രയൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ്. അതാണ് അത്രയും മിനി പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ടോണറാണ്, കയയുടെ ടോണറാണ്. ഫസ്റ്റ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കഫേൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി മോയ്സ്ചറൈസറാണ്. നല്ല ഒരു സ്മെല്ലുണ്ട്, ഒരു കോഫിയുടെ ഒരു നല്ലൊരു സ്മെല്ല് അതിനുണ്ട്. പിന്നെ സ്കിന്നധികം ഓയിലൊന്നും ആക്കത്തില്ല. നല്ല കറക്റ്റിന് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സൺക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മമ്മ എർത്തിൻ്റെ സൺക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് ട്രയൽ പാക്കിലാണെങ്കിലും മമ്മ എർത്തിൻ്റെ കുറച്ചധികം നമ്മൾക്കൊരു 15 ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ അതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ലോണം ഫേസിനെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റായിട്ട് എടുക്കുന്നത് ഒരു കൺസീലറാണ്. ഓറഞ്ച് കളർ കറക്റ്റർ കൺസീലറാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ലതുപോലെ തന്നെ ഡാർക്ക് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് LA ഗേളിൻ്റെ കളർ കറക്റ്ററാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത് Maybelline ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 230 നാച്ചുറൽ ബഫാണ്. ഒരു മാറ്റ് ഫൗണ്ടേഷനാണ്. ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല ഫൗണ്ടേഷനാണ്. പിന്നെ ഞാൻ എൻ്റെ ഫേസിൽ നല്ല ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ബ്ലൂ ഹെവൻ്റെ ലിക്വിഡ് ഫ്ലോലെസ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കണ്ണിൻ്റെ താഴെയും ഡാർക്ക് ഏരിയസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ബേസ് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് ബ്ലൂ ഹെവൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു മാറ്റ് ഫിനിഷ് കിട്ടും ഈ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ലൈറ്റായിട്ട് കോണ്ടോർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിസ് ബ്യൂട്ടിയുടെ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് നമ്മുടെ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂലി എടുത്ത് ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്ന മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ് നമ്മുടെ ഐബ്രോസ് ഫിൽ ചെയ്തതിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ തിക്കായിട്ടുള്ളൊരു ഐബ്രോസാണ് ആ ഒരു പിക്ചറിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഹിലറി റോഡയുടെ കളർഫുൾ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു പിങ്ക് ഷെയ്ഡാണ് എടുക്കുന്നത്. ആ ഒരു പിക്ചറിലും സെയിം ആ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ കണ്ണിൻ്റെ മുകളിലും ആ ഒരു വാട്ടർ ലൈനിൻ്റെ അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2 കണ്ണിലെ ഐഷാഡോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ കാജലാണ് യൂസ് ചെയ്തത്. ഞാൻ അതിന് വേണ്ടിയിട്ട് Maybelline കാജലാണ് എടുക്കുന്നത്. നമുക്ക് ഈ ഒരു ഐ ലുക്കാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഒരു വാട്ടർ ലൈനിലൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഔട്ടർ കോർണറിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ടിക്ക് എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ടൊന്ന് കണ്ണിൻ്റെ മുകളിലെയും താഴെയായിട്ടൊന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ആ ഒരു ഐ ലുക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ.
അതിനുശേഷം നമ്മുടെ ഐ ലുക്ക് ഒന്ന് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ഡാസ്ലറിൻ്റെ മസ്കാരയാണ്. നല്ല വോളിയൊക്കെ തരുന്ന അത്യാവശ്യം നല്ലൊരു മസ്കാരയാണ്. അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വാട്ടർ ലൈനിലും അപ്പർ ലാഷസിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബ്ലഷ് യൂസ് ചെയ്യാം. ബ്ലഷായിട്ട് ഞാൻ എടുക്കുന്നത് നേരത്തെ ആ ഒരു സെയിം ഐ ഷാഡോ പാലറ്റ് ചെയ്യുന്ന ഒരു റോസ് ഷെയ്ഡ് തന്നെ എടുത്തിട്ട് നമ്മൾ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്തില്ലേ, അത് ഉപയോഗിച്ചിട്ട് ഞാൻ ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഒരു പിങ്ക് ടിൻറ്റ് പോലത്തെ ഒരു ലൈറ്റ് ഒരു ബ്ലഷാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഒരു ഹൈലൈറ്ററും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്കുന്ന ഹിലറി റോഡയുടെ ഈ ഒരു ഷിമ്മർ ബ്രിക്ക് ഐ ഷാഡോ ഹൈലൈറ്റർ പാലറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് നോസിൻ്റെ ആ ഒരു സൈഡിലും ഒരു ചീക്ക് ബോൺസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ചെയ്യാം. ഞാൻ എടുത്തേക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ മാറ്റ് പൗഡർ ലിപ്സ്റ്റിക്കാണ്. ഒരു പിങ്ക് ന്യൂഡ് ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ ഒരു ലിപ് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഡൂയി ഫിനിഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് വന്നിട്ട് നമുക്ക് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ലുക്കിലും സെയിം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റായി. അതിനുശേഷം ഞാൻ ഒരു ബിന്ദി തൊട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഒരു നോസ് റിങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലുക്കാണ്. ഏകദേശം ആ ഒരു ലുക്കിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.